ലൈവിൽ സവാള കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അക്ബർ. അതിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന മുട്ടക്കറിക്ക് വേണ്ടിയാണ്. അപ്പം നെവിൻ വന്ന് നോക്കിയപ്പം ഭയങ്കരമായിട്ട് കട്ടിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. അന്നേരം നെവിൻ എടുത്ത് ചോദിക്കുകയാണ്, ഇതിങ്ങനെയാണോ അത് കട്ട് ചെയ്യേണ്ടുന്നത്? നല്ല തിന്നായിട്ട് കട്ട് ചെയ്യണം, ഭയങ്കര തിക്കായിപ്പോയി എന്ന് പറയുന്നുണ്ട്. എനിക്ക് വെറും നൈസായിട്ട് കട്ട് ചെയ്ത് തരണമെന്ന് നെവിൻ സവാള എടുത്ത് നോക്കിയിട്ട് അക്ബറിനോട് പറയുന്നുണ്ട്. അക്ബർ കട്ട് ചെയ്ത് വെച്ച് ആ ഒരു സവാളയുടെ പീസ് എടുത്തിട്ട് നൂറെ കൊണ്ട് കാണിച്ചിട്ട് പറയുന്നുണ്ട്, ഇതൊന്ന് നോക്കി എങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതെന്ന്. ഇതെന്താ ഇതെന്ന് ചോദിക്കുന്നുണ്ട് നെവിനും നൂറയും കൂടി. അപ്പോൾ അക്ബർ പറയണം, സവാള അല്ല, അതിൻ്റെ ആ തിക്നെസ് നോക്കി വെറും തിന്നായിട്ട് അരിയണമെന്ന് നൂറയും പറയുന്നുണ്ട്. അത് സോട്ട് ചെയ്യുമ്പോൾ അതങ്ങ് പൊയ്ക്കോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പം നെവിൻ പറയാണ്, സോട്ട് ചെയ്യുമ്പോൾ ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ തിന്നായിട്ട് അരിയണം. അപ്പം നെവിൻ അരിഞ്ഞ് കാണിച്ചപ്പോൾ അക്ബർ പറയണം, അവൻ നന്നായിട്ട് അരിയാൻ അറിയാം, അവൻ അരിഞ്ഞോട്ടെ. ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് നെവിൻ. എന്നാലും പറയാം, അയ്യയുടെ മനമേ, ഇതേപോലത്തെ തിക്നെസ് സെയിം ഡെൻസിറ്റിയിൽ എനിക്ക് അരിഞ്ഞ് കിട്ടണം കേട്ടോ. അത് സാവുമാനോടാണ് പറയുന്നത്. ഇത് വീണ്ടും ഒരു പീസ് എടുത്ത് കാണിച്ചിട്ട് പറയുന്നുണ്ട്, അക്ബർ അരിഞ്ഞതായിരുന്നു അത്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ മുതുക്കൻ അരിഞ്ഞതുപോലെ ഇതേമാതിരി അരിയരുത് കേട്ടോ. അപ്പോൾ അക്ബർ നമ്മുടെ നെവിനെ വിളിച്ചിട്ട് ലിപ്പ് മൂവ്മെൻറ്റിൽ എന്തോ ഒന്ന് വിളിച്ചു. നമുക്കത് കാണാൻ പറ്റത്തില്ല, കാരണം അവർ സവാളയാണ് ഫോക്കസ് ചെയ്ത് കാണിക്കുന്നത് ക്യാമറയിൽ. എന്താ അക്ബറെ, അക്ബർ എന്താ പറഞ്ഞത്? എന്തായിരിക്കും നീ ഊഹിച്ചെടുത്തെന്ന് അക്ബർ പറയുന്നുണ്ട്. വീണ്ടും സാവുമാനോട് നെവിൻ പറയുന്നത്, കണ്ടല്ലോ, ഈ തിക്നെസ്സാണ് എനിക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഇവിടെ വന്ന് നോക്കും, നിന്നെ ഞാനൊന്ന് നോക്കട്ടെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ കുറച്ച് വെള്ളം ഇരിപ്പുണ്ട് ബൗളിനകത്ത്. അപ്പോൾ സാവുമ പറഞ്ഞു, ഇതെന്തിനാ ഈ ഫ്രഷ് വെള്ളം? ഫ്രഷ് വെള്ളം ഉണ്ടെങ്കിൽ നീ എടുത്തങ്ങ് കുടിച്ചോ എന്ന് പറയുന്നുണ്ട്. അരിഞ്ഞതിന് ശേഷം അല്ലേന്ന് അക്ബർ ചോദിക്കുന്നുണ്ട്. സവാള അരിഞ്ഞിട്ട് ആരെങ്കിലും വെള്ളത്തിലിടുമോ? അപ്പോൾ സാവുമാൻ പറയുന്നുണ്ട്, അല്ല, ആ ഫ്രഷ് വെള്ളത്തിൽ ആ സവാള ഇട്ടിട്ട് നമ്മൾ അരിഞ്ഞു തുടങ്ങുന്നു. നെവിൻ പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ വല്ലതും പറ, എൻ്റെ ദൈവമേ എന്ന് പറയുന്നുണ്ട് നെവിന്. സാബുമാൻ സവാള കട്ട് ചെയ്യുന്നത് ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കി നിൽക്കുകയാണ് നെവിന്. എന്നിട്ട് സാവുമാൻ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ കട്ട് ചെയ്താൽ മതിയോ? രാവിലെ തന്നെ നല്ല രസമാണ്, ഒരു സവാള അരിയാൻ 3 പേരാണ് കത്തിയിൽ ഇങ്ങനെ പിടിച്ചേക്കുന്നത്. നെവിൻ ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് പറയുന്നുണ്ട്, ഇത് ലൈറ്റ് ത്രൂ ആയിരിക്കണം, ഞാൻ ഓരോന്നെടുത്ത് വെച്ച് നോക്കും. സാവുമാൻ പെട്ട്, എന്നാലേ ഞാൻ മുട്ടക്കറി ഉണ്ടാക്കത്തോളൂ എന്ന് പറയുന്നുണ്ട്. ഇത് ഇച്ചിരി കട്ടിയാണല്ലോ എന്നൊക്കെ സാവുമാൻ പറഞ്ഞിട്ട് അരിയാൻ തുടങ്ങിയിട്ടുണ്ട്. സാവുമാൻ പേടിച്ചാണ് അരിയുന്നത്. എടാ, നീ അരിയണ്ടെന്നും പറഞ്ഞിട്ട് പിടിച്ച് മാറ്റിയിട്ട് പറയുന്നുണ്ട്, ഞാൻ അരിഞ്ഞോളാം, എനിക്ക് ഡെൻസിറ്റി കറക്റ്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് നെവിന. അന്നേരം സാവുമാൻ പറയാം, ഞാൻ വല്ല ചപ്പാത്തി വല്ലതും കുഴയ്ക്കാമെന്നും പറഞ്ഞിട്ട് സാവുമാൻ മാറി അവിടെ നിൽപ്പുണ്ട്.